ഇന്ത്യൻ ക്രിക്കറ്റിൽ ഒട്ടേറെ യുവതാരങ്ങൾ ഉദയം ചെയ്ത വർഷമായിരുന്നു 2023. ശുഭ്മാൻ ഗില്ലും യശസ്വി ജയ്സ്വാളുമെല്ലാം രാജ്യത്തിന്റെ സൂപ്പർ കളിക്കാരായി മാറുന്നത് 2023 നമ്മൾ കണ്ടതാണ്. പ്രതിഭകൾക്ക് യാതൊരു പഞ്ഞവുമില്ലാത്ത ഇന്ത്യക്കായി ധാരാളം യുവ കളിക്കാർ ഈ വർഷം 2023 അന്താരാഷ്ട്ര അരങ്ങേറ്റം കുറിച്ചിട്ടുണ്ട്. വർഷം അവസാനിക്കാറായ ഈ ഒരു സന്ദർഭത്തിൽ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ 2023 അരങ്ങേറ്റം കുറിച്ച ചില ഇന്ത്യൻ താരങ്ങൾ ആരൊക്കെയെന്ന് നോക്കാം. ടെസ്റ്റ് ക്രിക്കറ്റിൽ ഈ വർഷം 5 കളിക്കാരാണ് ഇന്ത്യക്ക് വേണ്ടി അരങ്ങേറ്റം കുറിച്ചത്. ഫെബ്രുവരിയിൽ ഓസ്ട്രേലിയക്കെതിരായ നാഗ്പൂരിൽ നടന്ന ആദ്യ ടെസ്റ്റിൽ വിക്കറ്റ് കീപ്പർ KS ഭരത്തിനും മധ്യനിര ബാറ്ററായ സൂര്യകുമാർ യാദവിനും കന്നി ടെസ്റ്റ് ക്യാപ്പ് അന്ന് ലഭിക്കുകയുണ്ടായി. വെസ്റ്റ് ഇൻഡീസ് പര്യടനത്തിൽ അതിനുശേഷം വിക്കറ്റ് കീപ്പർ ബാറ്ററായി ഇഷാൻ കിഷനെ ഇന്ത്യ പരിഗണിച്ചു. ഓപ്പണിംഗ് ബാറ്റർ യശസ്വി ജയ്സ്വാൾ, വലങ്കയ്യൻ പേസറായ മുകേഷ് കുമാർ എന്നിവർക്കും വെസ്റ്റ് ഇൻഡീസിനെതിരെയുള്ള ടെസ്റ്റ് പരമ്പരയിൽ അരങ്ങേറ്റം സാധ്യമായി. അതുപോലെ ഏകദിന ക്രിക്കറ്റിൽ ഈ വർഷം 2 താരങ്ങൾക്ക് മാത്രമാണ് ഇന്ത്യൻ ടീമിൽ അരങ്ങേറ്റം കുറിക്കാനായത്. വലങ്കയ്യൻ പേസറായ മുകേഷ് കുമാറും യുവ ഓൾറൗണ്ടർ തിലക് വർമ്മയുമായിരുന്നു അത്. വെസ്റ്റ് ഇൻഡീസിനെതിരെ ബ്രിഡ്ജ് ടൗണിൽ വെച്ച് നടന്ന കളിയിലായിരുന്നു മുകേഷ് കുമാറിന്റെ അരങ്ങേറ്റം. ഇന്ത്യ 5 വിക്കറ്റിന് ജയിച്ച മത്സരത്തിൽ 1 വിക്കറ്റ് നേടാനെന്ന് മുകേഷിന് കഴിയുകയും ചെയ്തു. ഏഷ്യ കപ്പിൽ ബംഗ്ലാദേശിനെതിരെ കളിച്ചുകൊണ്ടാണ് തിലക് വർമ്മ ഏകദിനത്തിൽ അരങ്ങേറ്റം കുറിച്ചത്. കൊളംബോയിൽ വെച്ച് നടന്ന കളിയിൽ തിലക് വർമ്മ 5 റൺസ് എടുത്തെന്ന് പുറത്താവുകയായിരുന്നു, നിരാശപ്പെടുത്തി. ഈ കളിയിൽ ടീം ഇന്ത്യ 6 റൺസിന് തോൽക്കുകയും ചെയ്തു. അതുപോലെ T20 ക്രിക്കറ്റ് ഈ വർഷം ഏറ്റവും കൂടുതൽ ഇന്ത്യൻ താരങ്ങൾ അരങ്ങേറ്റം കുറിച്ചത് ക്രിക്കറ്റിന്റെ ഷോർട്ടർ വേർഷനായ T20യിലാണ്. മൊത്തം 11 കളിക്കാരാണ് ഇന്ത്യൻ ടീമിനായി T20 ക്രിക്കറ്റിൽ ഈ വർഷം അരങ്ങേറിയത്. ഈ വർഷം T20യിൽ ഇന്ത്യയുടെ ആദ്യ പരമ്പര ശ്രീലങ്കയ്ക്കെതിരെയായിരുന്നു. നാട്ടിൽ വെച്ച് നടന്ന ഈ പരമ്പരയിൽ 3 കളിക്കാരാണ് ഇന്ത്യക്കായി അരങ്ങേറിയത്. വലങ്കയ്യൻ പേസർ ശിവം മാവി, ഓപ്പണിംഗ് ബാറ്റർ ശുഭ്മാൻ ഗിൽ, മധ്യനിര ബാറ്റർ രാഹുൽ ത്രിപാഠി എന്നിവരായിരുന്നു അത്. പിന്നീട് അതിനുശേഷം വെസ്റ്റ് ഇൻഡീസ് പര്യടനത്തിലും 3 ഇന്ത്യക്കാർ T20യിൽ അരങ്ങേറ്റം നടത്തുകയുണ്ടായി. മുകേഷ് കുമാർ, യശസ്വി ജയ്സ്വാൾ, തിലക് വർമ്മ എന്നിവർക്കാണ് വെസ്റ്റ് ഇൻഡീസിനെതിരെ അരങ്ങേറാനുള്ള അവസരം ലഭിച്ചത്. അതിനുശേഷം ഓഗസ്റ്റിൽ നടന്ന അയർലാൻഡ് പര്യടനത്തിൽ റിങ്കു സിംഗ്, പ്രസിദ്ധ് കൃഷ്ണ എന്നിവരും T20 അരങ്ങേറ്റം കുറിക്കുകയുണ്ടായി. അതുപോലെ ചൈന ആതിഥേയത്വം വഹിച്ച ഏഷ്യൻ ഗെയിംസിൽ യുവ ബാറ്ററായ സായ് കിഷോർ, വിക്കറ്റ് കീപ്പർ ബാറ്ററായ ജിതേഷ് ശർമ്മ, ഓൾറൗണ്ടർ ഷഹബാസ് അഹമ്മദ് എന്നിവരും അരങ്ങേറ്റം നടത്തുകയുണ്ടായി. അപ്പോൾ ഇത്രയധികം താരങ്ങൾ അരങ്ങേറിയ ഒരു വർഷം മറ്റൊന്നില്ല എന്ന് തന്നെ പറയാം. അതുപോലെ ഈ മത്സരങ്ങളിൽ തിളങ്ങിയവരും ചിലർ ഇന്ത്യയുടെ സ്ഥിര താരങ്ങളായി അല്ലെങ്കിൽ ടീമിൽ സ്ഥിര സാന്നിധ്യമായി മാറുകയും ചെയ്തു. ശുഭ്മാൻ ഗില്ലും യശസ്വി ജയ്സ്വാളുമൊക്കെ ഇപ്പോൾ ഇന്ത്യയുടെ സൂപ്പർ താരങ്ങളായി മാറി എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ നിരാശപ്പെടുത്തിയ കളിക്കാരുമുണ്ട്. അരങ്ങേറ്റത്തിൽ ഈ വർഷം അരങ്ങേറ്റത്തിന് അവസരം ലഭിച്ചു, പക്ഷേ വേണ്ടത്ര ശോഭിക്കാത്ത പല താരങ്ങളുമുണ്ട്. ടെസ്റ്റ് ക്രിക്കറ്റ് എടുക്കുകയാണെങ്കിൽ നമുക്കറിയാം, സൂര്യകുമാർ യാദവ് T20യിലെ രാജാവാണ്, T20യിൽ ഏറ്റവും മികച്ച രീതിയിൽ കളിക്കുന്ന താരമാണ്. പക്ഷേ നിരാശപ്പെടുന്ന പ്രകടനമാണ് സൂര്യകുമാർ യാദവ് ടെസ്റ്റ് മത്സരത്തിൽ കാഴ്ചവെച്ചത്. അതുപോലെ KS ഭരത്, ഋഷഭ് പന്തിന് പരിക്കേറ്റപ്പോഴാണ് KS ഭരത് വിക്കറ്റ് കീപ്പറായി മാറിയത്. പക്ഷേ KS ഭരതിനും ഈ വർഷം 2023 അത്ര നല്ല വർഷമായിരുന്നില്ല എന്ന് നമുക്ക് കൃത്യമായും കാണാൻ സാധിക്കും. പന്തിന്റെ പകരക്കാരനാവാൻ അദ്ദേഹത്തിന് ഈ വർഷം ബാറ്റിങ്ങിലും അതുപോലെ കീപ്പിങ്ങിലും സാധിച്ചിട്ടില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പന്ത് അടുത്ത വർഷം ടീമിലേക്ക് തിരിച്ചെത്തുമ്പോൾ തീർച്ചയായും KS ഭരതിന് ടീമിൽ നിന്നും പുറത്തു പോവേണ്ടി വരും എന്ന രീതിയിലാണ് കാര്യങ്ങൾ. അതുപോലെ 3 ഫോർമാറ്റിലും T20യിലും ടെസ്റ്റിലും ഏകദിനത്തിലും അരങ്ങേറ്റം കുറിക്കാനുള്ള ഭാഗ്യം ലഭിച്ച ഒരേയൊരു താരമാണ് ഈ വർഷം ഉണ്ടായിരുന്നത്. അത് മറ്റാരുമല്ല, പേസ് ബോളറായ മുകേഷ് കുമാറാണ്. അതുപോലെ തിലക് വർമ്മ, അദ്ദേഹം ആദ്യ T20 മത്സരങ്ങളിൽ വളരെ മികച്ച രീതിയിൽ പെർഫോമൻസ് കാഴ്ചവെച്ചെങ്കിലും പിന്നീട് അദ്ദേഹം നിരാശപ്പെടുത്തുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. അപ്പോൾ ഇത്രയധികം കളിക്കാർ ഈ ഒരു വർഷം അരങ്ങേറി എന്നത് ഇന്ത്യൻ ക്രിക്കറ്റിന് ഒരു ശുഭ സൂചകമാണ്.